ഷെറിൻ സ്റ്റാലിയുടെ വീട്ടിലുണ്ടെന്നറിഞ്ഞ് മാമച്ചനും രേവതിക്കുട്ടിയും ഗ്രേസാമിയും സ്റ്റാലിയുടെ വീട്ടിലെത്തുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ സ്റ്റോറിയാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അങ്ങനെ വീട്ടുമുറ്റത്ത് ഒരു കാർ വന്ന് നിൽക്കുന്നത് കണ്ട് അലീന ആശ്ചര്യത്തോടു കൂടി നോക്കും. കാറിന്റെ ഡോറ് തുറന്ന് ഒരു പെൺകുട്ടി ഇറങ്ങുന്നതും അലീന ചേച്ചി എന്ന് പറഞ്ഞ് അലീനെ വന്ന് അവള് കെട്ടിപ്പിടിക്കും. ഇത് കണ്ട് സ്റ്റാലി അത്ഭുതത്തോടു കൂടി നോക്കുന്നുണ്ട്. അവളുടെ പുറകെ തന്നെ മാമച്ചനും ഗ്രേസാമിയും ഉണ്ടായിരിക്കും. കുറച്ചു നേരം അവർ അലീനയുമായിട്ട് കുശലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രേവതിക്കുട്ടി ചോദിക്കും, എവിടെ ചേച്ചി, ചേച്ചിയുടെ പപ്പ എവിടെ എന്നവള് ചോദിക്കുമ്പോ അലീന സ്റ്റാലിക്കരികിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി പരിചയപ്പെടുത്തും. എന്റെ പപ്പയത്. രേവതിക്കുട്ടി ഇമയനങ്ങാതെ സ്റ്റാലിയെ തന്നെ നോക്കി നിന്നു. അവളുടെ അലീന ചേച്ചിയുടെ പപ്പയെ അവൾ ആദ്യമായിട്ട് കാണുന്നേ. അലീന ചേച്ചി വർണ്ണിച്ചപ്പോ തന്റെ മനസ്സിൽ ഒരു രൂപം ഉണ്ടായിരുന്നു. ഏകദേശം അതുപോലത്തെ ഒരു രൂപം തന്നെയായിരുന്നു സ്റ്റാലിയുടേത്. പപ്പ, ഇത് മാമച്ചനങ്കിൾ, ഇത് ഗ്രേസാമാൻറ്റി, ഇതെന്റെ രേവതിക്കുട്ടി. ഇവർ എറണാകുളത്തുനിന്നാ വരുന്നേ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലായിരുന്നോ എന്നാലീനെ ചോദിക്കുമ്പോ സ്റ്റാലി തന്റെ നെറ്റി ചുളുക്കി. എന്നിട്ട് അയാള് ചിന്തിക്കും, ഇതാണോ ഇവളന്ന് പറഞ്ഞ എന്റെ പെങ്ങൾ, ഷെറിൻ സ്നേഹിച്ച ചെറുക്കന്റെ വീട്ടുകാർ എന്ന് സ്റ്റാലി ചിന്തിക്കുമ്പോ അലീന ചോദിക്കും, പാപ്പ എന്താ ഒന്നും പറയാത്തേ? ഹോ, സോറി സോറി എന്ന് പറഞ്ഞ് സ്റ്റാലി മാമച്ചന് ഒരു ഷേക്കന്നെല്ലാം നൽകി. പാപ്പയ്ക്ക് ഇവരെ മനസ്സിലായില്ലേ? ജിജോയുടെ പപ്പയും അമ്മയാണ് നമ്മുടെ ചെറിൻ ചേച്ചി സ്നേഹിച്ച. ഹാ, ഞാൻ ഓർക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ, ഇത് ഇവരുടെ മകളാണോ? അല്ല പപ്പ, ഇവള് എന്നെ പോലെ ഒരു അനാഥയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച അനാഥാലയത്തിൽ ജീവിച്ചേ. ഇവളിപ്പോ ഇവരുടെ വീട്ടിലാ ജോലിക്ക് നിൽക്കുന്നേ. അപ്പൊ സ്റ്റാലി രേവതിക്കുട്ടിയെ അടിമുടി നോക്കും. ഇവര് പറഞ്ഞ പോലെ ഒരു വീട്ടുവേലക്കാരിയുടെ ലുക്കൊന്നും ഇവളെ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഗ്രേസാം പറയും, സാറ് സംശയിക്കണ്ട, ഇവള് ജോലിക്ക് വന്ന കുട്ടിയൊക്കെ തന്നെ. പക്ഷെ ഇപ്പൊ ഇവള് ഞങ്ങളുടെ മകളെ പോലെയാ. ഞങ്ങളുടെ എല്ലാം എല്ലാം ഇവളാണ് എന്നൊക്കെ ഗ്രേസാമ്മ പറയുമ്പോ ശാലിയുടെ സംശയം തീരുന്നില്ല. നിങ്ങൾ ഇവളെ കാണാൻ വേണ്ടി മാത്രാണോ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്ന് ശാലി ചോദിക്കുമ്പോ ഗ്രേസാമ്മയും മാമച്ചനും അവിടെ ഒന്ന് പരുങ്ങും. അല്ല, ഇവളെ കാണാൻ വേണ്ടി മാത്രല്ല ഞങ്ങളിപ്പൊ ഇങ്ങോട്ട് വന്നത്. ഞങ്ങളുടെ ജിജോ സ്നേഹിച്ച പെങ്കൊച്ച്, നിങ്ങളുടെ പെങ്ങൾ ഷെറിനെ കൂടി കാണാൻ വേണ്ടിയാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഹാ അലീന, നീ ഇവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിക്കോ, ഞാൻ വന്നേക്കാം എന്നൊക്കെ പറയുമ്പോ അലീന മാമച്ചനെയും ഗ്രേസാമ്മയും രേവതിക്കുട്ടിയും കൂട്ടി അകത്തേക്ക് പോകും. മോളെ അലീന, ഷെറിൻ എവിടെ? ഷെറിൻ ആന്റിയെ കാണാൻ ആന്റിക്ക് ധൃതിയായോ എന്ന് അലീന നിറപുഞ്ചിരോട് കൂടി ചോദിച്ചു. അതേ മോളെ, അവളെ കൂടി കാണാൻ വേണ്ടിയല്ലേ ഞങ്ങൾ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്തു വന്നത്. അപ്പൊ രേവതിക്കുട്ടി പറയും, ചേച്ചിക്ക് അറിയോ, ഷെറിൻ ചേച്ചി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ അന്ന് മുതൽ തുടങ്ങിയതാ ആന്റിയും അങ്കിളും ഇവിടെ വരണമെന്ന് പറഞ്ഞിട്ട്. ഹോ, ആണോ ആന്റി? അപ്പൊ നിങ്ങള് എന്നെ കാണാനല്ല വന്നത് എന്ന് അലീന പരിഭവ സ്വരത്തോടെ പറഞ്ഞു. ഞാൻ എന്റെ അലീന ചേച്ചിയെ കാണാനാ വന്നത്. അലീന ചേച്ചിയെ മാത്രല്ല, ചേച്ചിയുടെ പപ്പയെയും, രേവതിക്കുട്ടി പറഞ്ഞു. എന്നിട്ട് എങ്ങനെയുണ്ടടി മോളെ എന്റെ പപ്പ? അത് പറയാനുണ്ടോ ചേച്ചി? ഈ അജാന ബാബു എന്ന വാക്കിന്റെ അർത്ഥം സ്കൂളിൽ പഠിക്കുമ്പോഴൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പൊ ചേച്ചിയുടെ പപ്പയെ കണ്ടപ്പോ ആ സംശയം അങ്ങ് മാറി. ഇത് കേട്ടതും മാമച്ചൻ അവിടെ പൊട്ടിച്ചിരിക്കും. രേവതിക്കുട്ടി ഒന്ന് നുള്ളിയിട്ട് അലീനും ചിരിക്കുന്നുണ്ട്. അങ്ങനെ രേവതിക്കുട്ടി ചോദിക്കും, ചേച്ചി, ചേച്ചിയുടെ വല്യപ്പച്ചൻ ഔതക്കുട്ടിച്ചായൻ എവിടെ? വല്യപ്പച്ചൻ കിടക്കുവാ മോളെ, എഴുന്നേൽക്കേണ്ട സമയായി എന്ന് പറയുമ്പോ ഔതക്കുട്ടി അലീനെ വിളിക്കും. അന്നേരം അലീന ഇവരെയും കൂട്ടി വല്യപ്പച്ചന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇവരെ കണ്ടതും ഔതക്കുട്ടി ആകെ അന്താളിച്ചു നിൽക്കും. കർത്താവേ, ഇത് ഷെറിൻ മോൾ സ്നേഹിച്ച പയ്യന്റെ വീട്ടുകാരല്ലേ? ഇവരെന്താ ഇവിടെ? അന്ന് ഇവര് ഷെറിന് വിവാഹം ആലോചിച്ച് വന്നപ്പോ ഞങ്ങൾ ഇവരെ ആട്ടി വിട്ടതാണല്ലോ എന്ന് കൗതക്കുട്ടി തനിയെ പറയും. അങ്ങനെ ഔതക്കുട്ടി അവരെ നോക്കുമ്പോ അലീന അവരുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്നു. ഇവൾ എന്തിനാ ഇവരുടെയൊക്കെ തോളത്ത് കൈ വച്ചിരിക്കുന്നേ എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുമ്പോ അലീന ചോദിക്കും, വല്യപ്പച്ച, ഇവരെ മനസ്സിലായോ? ഇല്ലല്ല മോളെ, ഒരു പിടിയും കിട്ടുന്നില്ല എന്ന് അയാൾ കള്ളം പറയും. കാരണം അയാൾക്ക് അവരെ ഫേസ് ചെയ്യാൻ ഒരു ചെറിയ മടിയൊക്കെ കാണും. വല്യപ്പച്ചൻ ഒന്ന് ഓർത്തു നോക്ക്. ഇല്ല മോളെ, ഒരു പിടിയും കിട്ടുന്നില്ല. എങ്ങാണ്ടോ കണ്ടു മറന്ന പോലെ. പ്രായം ഒരുപാടായില്ലേ, അതിന്റെ ആയിരിക്കും. അപ്പൊ മാമച്ചൻ കുറച്ച് മുന്നോട്ട് നിന്നിട്ട് പറയും, ഞാൻ മാമച്ചൻ എറണാകുളത്ത് നിന്ന് വരികയാണ്. നിങ്ങളുടെ മകൾ ഷെറിന് വേണ്ടി ഞങ്ങളുടെ മകനെ വിവാഹം ആലോചിച്ചിരുന്നു. അപ്പൊ ഔതോകുട്ടി അവിടെ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. എന്റെ മകള് പെണ്ണാലോചിച്ച് എത്ര ആളുകൾ വന്നിരിക്കുന്നു. അവസാനം മൂവാറ്റുപുഴയിലുള്ള ടോണി എന്ന് പറഞ്ഞ ഒരുത്തനാണ് അവളെ വിവാഹം കഴിപ്പിച്ചത്. ഇതോടെ അലീനയ്ക്ക് കാര്യം മനസ്സിലായി. വല്യപ്പച്ചൻ ഇവരെ മനസ്സിലായിട്ടും ഇവരെ മുമ്പിൽ അഭിനയിച്ച് നടക്കുകയാണെന്ന്. വല്യപ്പച്ചൻ എന്തായാലും പേടി കൊടുക്കാൻ സാധ്യതയില്ല. അങ്ങനെ മാമച്ചൻ പറയും, എന്റെ മകനും നിങ്ങളുടെ മകളും തമ്മിൽ പ്രണയത്തിലായിരുന്നു. അങ്ങനെയാ വിവാഹം ആലോചനയുമായി വന്നത്.
ഹാ, ഞാൻ ഓർക്കുന്നില്ല. ചിലപ്പോ ശരിയാകും. പ്രായം ഒരുപാടായില്ലേ? ഈ ഇടയായിട്ട് മറവി കുറച്ച് കൂടുതലാ. പിന്നെ എന്തൊക്കെയാ എറണാകുളത്തെ വിശേഷങ്ങൾ? അവിടെ മഴയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ച് വല്യപ്പച്ചൻ അങ്ങ് വിഷയം മാറ്റും. ഇല്ല, മഴ കുറവാ. ഇപ്പൊ ചൂടാണ്. ഹാ, എന്നാ മോളെ, നീ ഇവർക്ക് തിന്നാനോ കുടിക്കാനോ വല്ലതും കൊടുക്ക്. എറണാകുളത്ത് നിന്ന് വരുന്നതല്ലേ, കുറച്ചു ദൂരം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഔതുകുട്ടി അവരെ അങ്ങ് വേഗം അവിടുന്ന് പറഞ്ഞയക്കും. അന്നേരം അലീന അവരെയും കൂട്ടി അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം ഷെറിനും എഴുന്നേറ്റ് വരും. മാമച്ചനെയും ഗ്രേസാമിയും കണ്ട് ഷെറിൻ ആകെ അന്താളിച്ച് നിൽക്കും. ജിജോ ചേട്ടന്റെ പപ്പയും മമ്മിയും ഷെറിൻ ഒരു നിമിഷം തന്റെ ഓർമ്മകളെ തന്റെ ഭൂതകാലത്തേക്ക് കൊണ്ടുപോയി. മാമച്ചന്റെയും ഗ്രേസാമ്മയുടെയും മകൻ ജിജോയുമായിട്ട് താൻ പ്രണയത്തിലായതും കുറച്ചു ദിവസം ജിജോയ്ക്കൊപ്പം അവിടെ താമസിച്ചതെല്ലാം അവൾ ഓർത്തു പോകാണ്. മോളെ ഷെറിനെ, നീ ഞങ്ങളെ ഓർക്കുന്നുണ്ടോ എന്ന് നിറ കണ്ണുകളോടെ ഗ്രേസാമ്മ ചോദിക്കുമ്പോ ഷെറിൻ അവിടെ പൊട്ടിക്കരയും. ഗ്രേസാമ്മ അവളെ ചേർത്ത് പിടിച്ച് അവളെ തലോടുന്നുണ്ട്. ഷെറിൻ ആണെങ്കിലോ സങ്കടം അടക്കി പിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇതെല്ലാം കണ്ടോണ്ട് അത്ഭുതത്തോടു കൂടി ശാലി അവരെ നോക്കി നിൽക്കും. ശാലിക്ക് പുറകെ തന്നെ വല്യപ്പച്ചനും ഉണ്ടായിരിക്കും. മതി സങ്കടവും കരച്ചിലൊക്കെ. നിങ്ങൾ വാ, നിങ്ങൾ എന്റെ പപ്പയുടെ വീട് കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അലീന അവരെ വീടും ചുറ്റുപാടൊക്കെ കാണിക്കാനായിട്ട് കൊണ്ടുപോവാണ്. അവരുടെ കൂടെ അന്നേരം ഷെറിനും ഉണ്ടായിരിക്കും. ചേച്ചി, കൊള്ളാല ചേച്ചിയുടെ വീട്. നമുക്ക് കുറച്ചു ദിവസം ഇവിടെ താമസിച്ചാലോ? അതിനെന്താ മോളെ, നിങ്ങൾക്ക് ഇവിടെ താമസിക്കാലോ. 4 പേർക്കൊക്കെ സുഖമായിട്ട് എന്റെ റൂമിൽ കൂടാം. ഹാ, അത് ശരിയാ. ചേച്ചിയുടെ റൂം എനിക്ക് ഒരുപാട് ഇഷ്ടായി. പപ്പ മോൾക്ക് തന്നിരിക്കുന്ന സ്ഥലം ഇമ്മിണിയൊന്നുമല്ല, രേവതിക്കുട്ടി പുഞ്ചിരിയോടെ പറഞ്ഞു. പാലായിൽ താമസിച്ച അലീന ചേച്ചിയല്ലേ ഇപ്പോ? ആകെ കൂടെ ഒന്ന് നന്നായി. കുറച്ചുകൂടെ നിറം വെച്ചു, കവിളൊക്കെ തൊടുത്തു. പണ്ടൊക്കെ ഒരു അനാഥത്വം ചേച്ചിയുടെ മുഖത്ത് കാണായിരുന്നു. എന്നാ ഇപ്പൊ അതും ഇല്ല എന്ന് രേവതിക്കുട്ടി പറയുമ്പോ ഔദക്കുട്ടിച്ചായൻ അലീനെ വിളിക്കും. മോളെ അലീന എന്ന് വിളിക്കുമ്പോ അലീന ഔദക്കുട്ടിച്ചായന്റെ അടുത്തേക്ക് പോകും. അന്നേരം രേവതിക്കുട്ടി ഉണ്ടാകും അവളുടെ കൂടെ. അങ്ങനെ ഔദക്കുട്ടിച്ചായൻ ഒരു യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുകയാണെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അയാള് പറയും, മോളെ, ഞാൻ പുനലൂരിലേക്ക് പോവുകയാണ്. അതെന്താ വല്യപ്പച്ച, പെട്ടെന്നൊരു യാത്ര? ഇതുവരെ വല്യപ്പച്ചൻ അതേക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ മോളെ, റോബിച്ചൻ വിളിച്ചിരുന്നു. വില്ലേജ് ഓഫീസിലോ മറ്റോ പോയി ഒപ്പിടണമെന്ന് പറഞ്ഞു. അലീനപ്പോ വല്യപ്പച്ചനൊന്ന് സൂക്ഷിച്ചു നോക്കി. നീ എന്താ മോളെ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ പോയിട്ട് നാളെ മറ്റന്നാളെ വരാം. നീ വേഗം പോയിട്ട് ഷെറിനോട് മാറ്റി നിൽക്കാനായിട്ട് പറ. അവളെ കൂടി ഞാനങ്ങ് കൊണ്ടുപോയേക്കാം. കുട്ടിച്ചായൻ അലീനയുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. അതെന്താ വല്യപ്പച്ച, ഷെറിൻ ആന്റിയെ എന്തിനാ കൊണ്ടുപോകുന്നേ? ഇപ്പൊ കൊറേ ദിവസമായില്ലേ മോളെ അവൾ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. എന്നും അവളെ ഇവിടെ നിർത്താൻ പറ്റില്ലല്ലോ. അതിനെന്താ വല്യപ്പച്ച, എന്ന് നിർത്തിയാൽ എന്താ കുഴപ്പം? അലീന അമ്പരപ്പോട് ചോദിച്ചു. അതൊരു ശരിയായ നടപടിയല്ലല്ലോ. ആളുകൾ എന്ത് വിചാരിക്കും? കല്യാണം കഴിച്ചു വിട്ട പെണ്ണാണ്. ആങ്ങളയുടെ വീട്ടിൽ വന്ന് അട്ടിപ്പേറി കിടക്കുന്നു. ഇവൾക്ക് ഭർത്താവില്ലേ, മക്കളില്ലേ, കുടുംബല്ലേ? ചുമ്മാതെന്തിനാ ആൾക്കാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കുന്നേ എന്ന് വല്യപ്പച്ചൻ ചോദിക്കും. അപ്പോൾ അലീന പറയുന്നുണ്ട്, വല്യപ്പച്ച, ഷെറിൻ ആന്റിക്ക് ഇപ്പോ നല്ല മാറ്റണ്ട്. കുറച്ചു നാളുകൂടെ ഷെറിൻ ആന്റി ഇവിടെ നിന്നാൽ ആന്റി പഴയതുപോലെ ആകും. ഞാൻ വല്യപ്പച്ചന് വാക്ക് തരാം എന്നൊക്കെ അലീന പറയുന്നുണ്ടേലും വല്യപ്പച്ചൻ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. ഇവരെല്ലാം ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ടും അതുപോലെ ഷെറിന്റെ കുഞ്ഞിനെ വല്യപ്പച്ചനെല്ലാം ചേർന്നാണ് ഓർഫനേജിൽ ആരും അറിയാതെ ആക്കിയത്. ഒരു വലിയ കള്ളത്തരം പുറത്തു വരുമോ എന്ന് പേടിച്ച് വല്യപ്പച്ചൻ ഷെറിനെയും കൂട്ടി വേഗം പോകാനാണ് പുറപ്പാട്. ഒടുവിൽ അലീന പറയും, വല്യപ്പച്ച, പോകുന്നതിന്റെ മുമ്പ് പാപ്പയോട് കൂടി ഒന്ന് അനുവാദം ചോദിച്ചേക്ക്. ഹോ, അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ മോളെ. എന്റെ മകളെ കൂട്ടിക്കൊണ്ടുപോകാൻ എനിക്ക് ഒരുത്തന്റെ അനുവാദം വേണ്ട. എങ്കിലും ഞാൻ അവനോടൊന്ന് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് വല്യപ്പച്ചൻ തിരക്കിട്ട് സ്റ്റാലിയുടെ റൂമിലേക്ക് പോകും. അന്നേരം രേവതിക്കുട്ടി ആശ്ചര്യത്തോടു കൂടി അലീനോട് ചോദിക്കും. അപ്പോൾ അലീന പറയും, നിങ്ങളെല്ലാരും കൂടെ വന്നപ്പോ വല്യപ്പച്ചന് പേടിയായി കാണും. കള്ളി വെളിച്ചത്താകുമ്പോ എന്നാ. അങ്ങനെ ഔദോക്കുട്ടി സ്റ്റാലിയുടെ റൂമിലെത്തി. അന്നേരം അവിടെ മാമച്ചനെല്ലാം ഉണ്ടായിരിക്കും. സ്റ്റാലി, ഞാൻ പോവാണ് ഷെറീനെയും കൊണ്ട്. അതെന്തിനാ അപ്പച്ച അവളെ ഇപ്പൊ കൊണ്ടുപോകുന്നത്? അവൾക്ക് നല്ല ചേഞ്ച് ഉണ്ടല്ലോ. അപ്പോൾ ഔദോക്കുട്ടിച്ചായൻ പറയും, ഡോക്ടറെ കാണേണ്ട സമയായി. ഒരു ചെക്കപ്പ് നടത്തുന്നത് നല്ലതാണ്. മരുന്നിന്റെ ഡോസ് കുറയ്ക്കണ വേണ്ടെന്ന് അറിയണ്ടേ? അപ്പച്ചൻ അലീനോട് പറഞ്ഞോ? ഹാ, പറഞ്ഞു. അപ്പച്ചൻ തിരിച്ചു വരുമ്പോ അവളെയും കൊണ്ടുവരില്ലേ എന്ന് സ്റ്റാലി ചോദിക്കുമ്പോ ഔദുകുട്ടി പറയും, ആ നോക്കട്ടെ, പറ്റിയ കൊണ്ടുവരാം, ഇല്ലെങ്കിൽ ഞാനേ വരുള്ളൂ എന്ന് പറഞ്ഞ് ഔദുകുട്ടി തിരിഞ്ഞു നടക്കുമ്പോ അലീന വാതിൽക്കലുണ്ടാകും. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ഷെറിൻ ആന്റി എവിടുന്ന് കൊണ്ടുപോയാൽ, ഷെറിൻ ആന്റി എവിടുന്ന് വിളിച്ചോണ്ട് പോയാൽ വല്യപ്പച്ചന് സത്യം മൂടി വെക്കാൻ പറ്റുമോ? സത്യം മൂടി വെക്കാനോ? നീ എന്തൊക്കെ മോളി പറയുന്നേ?
ഏത് സത്യം? എന്ത് സത്യം? ഈ ഇരിക്കുന്ന മാമച്ചനങ്ങളുടെ മോനും ഷെറിനാന്റിയും തമ്മിൽ സ്നേഹിച്ചിരുന്നു എന്ന സത്യം. ആ മോന്റെ കുഞ്ഞിനെ ഷെറിനാന്റി ഗർഭം ധരിച്ചു പ്രസവിച്ചു എന്ന സത്യം. തിരുവനന്തപുരത്തുള്ള ഓർഫനേജിൽ നിങ്ങളെല്ലാം കൊണ്ട് തള്ളിയില്ലേ? ആ ഒരു സത്യം. എന്ന് അലീന പറഞ്ഞതും ഔദക്കുട്ടി ആകെ അന്താളിച്ച് നിൽക്കും. എന്തു പറയണമെന്നറിയാതെ അയാളുടെ കിളിയെല്ലാം പോകുന്നുണ്ട്. അയാൾ ആരുടെയും മുഖത്ത് നോക്കാതെ തല കുനിച്ച് വേഗം അങ്ങ് നടക്കും. അപ്പൊ സ്റ്റാൻലി മാമച്ചനോട് പറയുന്നുണ്ട്, എനിക്കറിയില്ലായിരുന്നു ഈ കഥകളൊന്നും. നിങ്ങളുടെ മകനും ഷെറിനും തമ്മിലുള്ള സ്നേഹത്തെ പറ്റി എന്നോടാരും പറഞ്ഞിട്ടില്ല. ഈ അടുത്തിടെയാണ് അലീന എന്നോട് സംഭവങ്ങളെല്ലാം പറഞ്ഞത്. അവൾ ഇതെല്ലാം എങ്ങനെ അറിഞ്ഞെന്ന് ഓർത്തിട്ട് എനിക്കിപ്പോഴും അതിശയം തീരുന്നില്ല. സ്റ്റാൻലി അലീനയ്ക്ക് നേരെ നോക്കിയിട്ട് തുടർന്നു. മിസ്റ്റർ മാമച്ചനും കുടുംബവുമായിട്ട് അവൾക്ക് ഇത്രമാത്രം ബന്ധമുണ്ടായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നേ. നീ എന്തുകൊണ്ടാ മോളെ ഇതെല്ലാം നേരത്തെ സ്റ്റാലിയോട് പറയാതിരുന്നേ എന്ന് മാമച്ചൻ അലീനയോട് ചോദിച്ചു. അങ്കിളെ, ഞാൻ ഇവിടെ വന്നിട്ട് 3 മാസത്തിലായിട്ടുള്ളൂ. പപ്പ എന്റെ അടുത്ത് വർത്താനൊന്നും പറയില്ലായിരുന്നു. സ്വർണം തൂക്കുന്ന പോലെയാ സംസാരം. ഈയിടെയായിട്ടാ എന്നോട് വല്ലതൊക്കെ പറയാൻ തുടങ്ങിയത്. അലീന പറഞ്ഞത് കേട്ടപ്പോ സ്റ്റാലിക്ക് തന്നെ അവിടെ ചിരി വന്നു. അങ്ങനെ മാമച്ചൻ പറയും, ഞങ്ങളുടെ ജോമോനും ഷെറിനും തമ്മിലുള്ള വിവാഹം ആലോചിക്കുമ്പോഴൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു ഷെറിൻ ഗർഭിണിയാണെന്ന്. ഇപ്പൊ 6 വർഷം കഴിഞ്ഞില്ലേ? മാമച്ചൻ പറഞ്ഞു. ഷെറിൻ ജോമോൻ എഴുതിയ കത്തുകൾ അവന്റെ റൂമിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. രേവതിക്കുട്ടിയാണ് ആ കത്തെല്ലാം വായിച്ചത്. അവളാണ് ഈ രഹസ്യങ്ങളെല്ലാം ഞങ്ങളോട് പറഞ്ഞത്. ഇപ്പൊ 1 വർഷമാകുന്നു. അന്നു മുതൽ ഞങ്ങൾ അന്വേഷിക്കുക. ഒരു തവണ ഞങ്ങൾ സ്റ്റാലിയുടെ തറവാട്ടിലൊക്കെ വന്നിരുന്നു. തറവാട്ടിലോ? സ്റ്റാലിക്ക് അത്ഭുതം തോന്നി. അതേ സ്റ്റാലി, അന്ന് ഔദക്കുട്ടിച്ചായനും മക്കളും ഞങ്ങളെ തിരിച്ചറിയുകയും ചെയ്തു. അവര് വളരെ റഫായിട്ടാ ഞങ്ങളോട് പെരുമാറിയത്. ഷെറിനെ ഞങ്ങൾ കണ്ടു. അവള് പക്ഷേ അതൊന്നും ഓർക്കുന്നുണ്ടാവില്ല. അങ്ങനെ പിന്നീട് ഞങ്ങൾ ഷെറിന്റെ ഹസ്ബൻഡിനെയും കണ്ടുപിടിച്ചു, ടോണിയെ. ഞങ്ങൾ അയാളുടെ വീട്ടിൽ പോയി. അയാളാണ് പറഞ്ഞത് ഷെറിന് ഒരു കുട്ടിയുണ്ടായിരുന്നെന്നും അതറിഞ്ഞ ശേഷം അവളെ ഉപേക്ഷിച്ചെന്നു. അതൊന്നും ഇവളെ എന്നോട് പറഞ്ഞില്ല. സ്റ്റാലി പരാതിപ്പെട്ടു. അതിന് അന്ന് എന്റെ പപ്പ ആരെന്ന് പോലും എനിക്കറിയില്ല. പാപ്പയ്ക്ക് എന്നെ അറിയില്ല. പിന്നെങ്ങനെ അറിയുന്നേ? അലീന ചോദിച്ചു. അത് ശരിയാണല്ലോ, സ്റ്റാലി സമ്മതിച്ചു. ആലീന എവിടെ എത്തി? കുറെ നാൾ കഴിഞ്ഞാണ് ഞങ്ങൾ അറിയുന്നത് മിസ്റ്റർ സ്റ്റാലിയുടെ അനുജത്തിയാണ് ഷെറിൻ എന്ന വിവരം. ഷെറിന്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ വീണ്ടെടുക്കാൻ സ്റ്റാലി ഞങ്ങളെ സഹായിക്കണം. കാരണം ഞങ്ങളുടെ മകന്റെ കുഞ്ഞാണ്. മാമച്ചൻ നിറ കണ്ണുകളോടെ പറഞ്ഞു. ഞങ്ങൾ ആ കുഞ്ഞിനെ ഞങ്ങളുടെ ജീവനെ പോലെ കരുതി സ്നേഹിച്ച് വളർത്തിക്കോളാം. ഞങ്ങളുടെ മകൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന സത്യത്തിന്റെ ജീവനുള്ള ഒരേ ഒരു അടയാളമാണ് ആ കുഞ്ഞ്. ഓക്കെ ഓക്കെ മിസ്റ്റർ മാമച്ചൻ, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്റെ മുമ്പിൽ ഒരേ ഒരു വഴിയുള്ളൂ. അപ്പച്ചനോട് ചോദിക്കാം. പക്ഷെ അപ്പച്ചൻ കൈ മലർത്തി കാട്ടുകയുള്ളൂ. സമ്മതിക്കാൻ മനസ്സിലാത്തൊരു കാര്യം അപ്പച്ചൻ ജീവൻ പോയാലും സമ്മതിക്കില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അപ്പച്ചന് കാര്യം മനസ്സിലായി. നിങ്ങൾ ഇവിടെ വന്ന് ഷെറിനെ കണ്ടു. ഇനി കുഞ്ഞെവിടെന്ന ചോദ്യം അത് മുൻകൂട്ടി കണ്ടാണ് അപ്പച്ച ഷെറിനെയും കൂട്ടി സ്ഥലം വിടാൻ നോക്കുന്നത്. സ്റ്റാലി വെളിപ്പെടുത്തി. താങ്കൾ മനസ്സ് വെച്ചാൽ ഔദക്കുട്ടിച്ചായനെ തടയാൻ പറ്റില്ലേ? ഞാൻ പോകേണ്ടെന്ന് പറഞ്ഞാലൊന്നും അപ്പച്ചൻ നിക്കില്ല. എന്നോട് അത്രയ്ക്കൊരു മമതയൊന്നും ഇല്ല. അലീന ഇവിടെ വന്നതിന് ശേഷാണ് അപ്പച്ചൻ ഇവിടെ വന്ന് താമസം തുടങ്ങിയത് പോലും. അവൾക്കുള്ളതിന്റെ 100-1 സ്വാധീനം പോലും അപ്പച്ചന്റെ അടുത്ത് എനിക്കില്ല എന്നതാണ് സത്യം. അപ്പോൾ അലീന പറയുന്നുണ്ട്, വല്യപ്പച്ചൻ പോയിക്കോട്ടെ. പക്ഷെ ഷെറിനാന്റിയെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പപ്പയ്ക്ക് പറഞ്ഞൂടെ? അതെങ്ങനെ ഞാൻ പറയും? അപ്പച്ചന്റെ മോളല്ലേ. അപ്പച്ചന് തന്നെയാണ് അവളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള അവകാശം. നിന്റെ കാര്യത്തിൽ എനിക്കുള്ളതുപോലെ തന്നെ. അങ്ങനെ അവരങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോ ഔദക്കുട്ടി അങ്ങോട്ട് വരും. ശാലി ചോദിക്കുന്നുണ്ട്, അപ്പച്ചൻ ഇതുവരെയായിട്ടും പോയില്ലേ? ഇല്ല, ഞാൻ പോകാൻ തയ്യാറായിട്ട് നിൽക്കുക. ഇവളൊന്ന് ഒരുങ്ങി വരണ്ടേ? അവളെ കൊണ്ടുപോകണ്ട അപ്പച്ച, അവൾ ഇവിടെ നിന്നോട്ടെ. ലാലച്ച, അവളെ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കേണ്ടതാ. ഏത് ഡോക്ടറെയാണെന്ന് അപ്പച്ചൻ പറഞ്ഞാ മതി, ഞാൻ കൊണ്ടുപോയിക്കോളാം. അവൾ ഇവിടെ താമസിക്കുമ്പോ അവളുടെ ട്രീറ്റ്മെന്റിൽ നല്ല മാറ്റം ഉണ്ടായിരിക്കും. എന്നാലേ അവൾ ഇനി ഇവിടെ താമസിക്കുന്നില്ല. ഔദക്കുട്ടി ദേഷ്യത്തിൽ പറഞ്ഞു. വേണ്ട അപ്പച്ച, ഇന്നിവിടെ ഗസ്റ്റുകളൊക്കെ വന്നതല്ലേ, ഇന്ന് കൊണ്ടുപോകണ്ട. അവൾക്ക് പരിചയമുള്ളവരാണ്. അവളെ കാണാനും കൂടി വേണ്ടിയാണ് അവര് വന്നത്. നമുക്കൊരു സാമാന്യ മര്യാദക്കില്ലേ എന്ന് സ്റ്റാലി പറയുമ്പോ ഔദക്കുട്ടിച്ചായൻ ദേഷ്യത്തിൽ അലീനെ നോക്കി. നീ അല്ലേടി ലാലച്ചനെ ഇപ്പോ ഇളക്കി വിട്ടത്? അതെ വല്യപ്പച്ച, സംശയം എന്താ? ഞാൻ ചില കാര്യങ്ങൾ ചോദിച്ചപ്പോ വല്യപ്പച്ച മറുപടി പറഞ്ഞില്ല. അതുകൊണ്ടാ അലീന പറഞ്ഞു. നീയും നിന്റെ അപ്പനും കൂടി ഇനിയുള്ള കാലം മുഴുവൻ ഇവളുടെ കാര്യം നിങ്ങളെ കൊണ്ട് നോക്കാൻ പറ്റുമോ? ഔദക്കുട്ടിച്ചായൻ അലീനയ്ക്ക് നേരെ കയർത്തു. നോക്കിക്കോളാം വല്യപ്പച്ച, അല്ലേ പാപ്പ? അംഗീകാരത്തിനായി അവൾ ശാലിയെ നോക്കി. ശാലി അതിന്റെ പ്രായോഗിക വശങ്ങളെ പറ്റി ഒരു നിമിഷം ചിന്തിച്ചു. അലീന അധികം വൈകാതെ വിവാഹിതയായി പോവുകയും ഷെറിന്റെ ചുമതല മുഴുവൻ തന്റെ മേലിൽ വരും.
കണ്ടോ, അവന് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് കൊണ്ടുപോയിക്കോളാം എന്ന്. ഔദക്കുട്ടിച്ചായൻ തന്റെ നിലപാട് ഒന്നുകൂടി ഉറപ്പിച്ചു. അപ്പച്ചൻ അങ്ങനെ ഓരോ മുടന്ത ന്യായങ്ങൾ പറയാതെ നേരെ കാര്യത്തിലോട്ട് വാ. ഈ നിൽക്കുന്ന മാമച്ചന്റെ മകനും ഷെറീനും തമ്മിൽ സ്നേഹത്തിലായിരുന്നു. അവരുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചതല്ലേ? ഇതല്ലേ സത്യം? അല്ലെങ്കിൽ അപ്പച്ചൻ ഇപ്പൊ പറ. അത് സത്യമല്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞോ? ഔദക്കുട്ടിച്ചായൻ കയർത്തു. മാമച്ചന്റെ മകന്റെ കുഞ്ഞിനെ ഷെറീൻ പ്രസവിച്ചു എന്നതും ആ കുട്ടിയെ തിരുവനന്തപുരത്തെ ഓർഫനേജിൽ 2 വർഷക്കാലം താമസിപ്പിച്ചിരുന്നു എന്നതും അപ്പച്ചൻ നിഷേധിക്കുന്നുണ്ടോ എന്ന് സ്റ്റാലി ചോദിക്കുമ്പോ ആ ഉദക്കുട്ടി അങ്ങ് പതറി നിക്കാണ്. അപ്പച്ചൻ എന്താ മിണ്ടാത്തത്? ഇതെല്ലാം വ്യക്തമായി അറിഞ്ഞിട്ട് തന്നെയാ ഞാനിപ്പോ ചോദിക്കുന്നേ. അലീനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന്റെ മുമ്പേ അവൾക്ക് ഈ വിവരങ്ങളൊക്കെ അറിയാമായിരുന്നു. അതിനെതിരെ ഇനി അപ്പച്ചൻ എന്ത് നുണ പറഞ്ഞാലും അത് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. ആരെ രക്ഷിക്കാൻ വേണ്ടിയാ അപ്പച്ചൻ ഈ നെട്ടോട്ടം ഓടുന്നേ? സ്വന്തം മകളുടെ ജീവിതമാണ് വലുതെങ്കിൽ അവളുടെ കുഞ്ഞിനെ അവൾക്ക് കാണിച്ചു കൊടുത്ത് അവൾ ഇത്രയും കാലം അനുഭവിച്ച ദുഃഖത്തിനും ദുരിതത്തിനും ഒരു അവസാനം വരുത്ത്. അതല്ല അപ്പച്ചന് ദുരഭിമാനാണ് വലുതെങ്കിൽ അവളെ വിളിച്ചോണ്ട് പോയിക്കോ. പിന്നെ ഈ വീട്ടിലേക്ക് അപ്പച്ചൻ വന്നു പോകരുത്. സ്റ്റാലിയുടെ വാക്കുകൾ കുറച്ച് ദേഷ്യത്തിലായിരുന്നു. ഔദക്കുട്ടിച്ചായൻ ഒന്നും മിണ്ടാതെ അല്പനേരം നിന്നു. പിന്നെ പിന്തിരിഞ്ഞ് വാതിൽക്കലേക്ക് നീങ്ങി. ഒന്നും പറയാനില്ല അപ്പച്ചന്? സ്റ്റാലി ചോദിച്ചു. ഔദക്കുട്ടിച്ചായൻ തിരിഞ്ഞു നിന്നു. നീ അറിഞ്ഞ അത്ര കാര്യങ്ങളൊക്കെ ശരിയാണ്. അത്ര അറിഞ്ഞാ പോരെ? പോരാ. ഷെറിന്റെ മോള് ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ ആ കുഞ്ഞ് എവിടെ? അതുകൂടി പറയണം. ഇതില് കൂടുതലൊന്നും എനിക്കറിയില്ല ലാലച്ച. അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ആ കുഞ്ഞ് മരിച്ചുപോയെന്ന് അപ്പച്ചൻ ഷെറിനോട് പറഞ്ഞത്? അയ്യോ മോനെ, ഞാനല്ല പറഞ്ഞത്. ഹൗസ് ഓഫ് അച്ഛനാ പറഞ്ഞത് മരിച്ചുപോയെന്ന്, അല്ലാതെ ഞാനല്ല. ഹോഹോ, അങ്ങനെയാണോ? ഹൗസ് ഓഫ് അച്ഛൻ പറഞ്ഞത് ശരിയാണെന്ന് അപ്പച്ചൻ വിശ്വസിക്കുന്നുണ്ടോ? ഔദക്കുട്ടിയെ സംബന്ധിച്ച് അതൊരു കുഴയ്ക്കുന്ന ചോദ്യമായിരുന്നു. വിശ്വസിക്കുന്നുണ്ടോന്ന് ചോദിച്ചാ അവന് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. കള്ളം പറയേണ്ട കാര്യണ്ട്. പറഞ്ഞതും പറയിപ്പിച്ചതെല്ലാം കള്ളത്തരങ്ങളാണല്ലോ. ഷെറിനോടും ടോണിയോടും എന്നോടും അലീനയോട് പോലും അപ്പച്ചൻ കള്ളം പറഞ്ഞില്ലേ? അതുകൊണ്ട് അപ്പച്ചൻ അറിയാവുന്നതൊക്കെ ഇപ്പൊ പറയണം. അയ്യോ മോനെ, എനിക്ക് ഇത്രേ അറിയുള്ളൂ. നിനക്ക് കൂടുതൽ വല്ലതും അറിയണമെങ്കിൽ ഹൗസ് ഓഫ് അച്ഛനെ വിളിച്ചാ മതി. അപ്പച്ചന് നാണല്ലേ ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ? നായ്ക്ക് 40 വട്ടം അപ്പച്ചൻ അലീനോട് പറയുമായിരുന്നല്ലോ ഞാൻ പണ്ട് കടുവയായിരുന്നു എന്നൊക്കെ. അപ്പച്ചൻ ആരെയും പേടിക്കുന്നത്? എനിക്കൊരുത്തനെയും പേടിക്കേണ്ട കാര്യമില്ല. എന്നാ പറയ്, ഷെറിന്റെ കുഞ്ഞ് ജീവനോടെ ഇരിപ്പുണ്ടോ അതോ മരിച്ചുപോയോ? മറുപടി പറയാൻ ഔദക്കുട്ടിച്ചായൻ 4-5 നിമിഷം എടുത്തു. ജീവനോടെയുണ്ട്, അയാള് പറഞ്ഞു. കേട്ടുനിന്ന ഷെറിന്റെ പാദം മുതൽ നെറുകൈ വരെ ഒരു കോരിത്തരിപ്പ് പടർന്നു. അവൾ ഈ ലോകത്തിന്റെ ഏതൊരു കോണിൽ ആരോടൊക്കെയോ വർത്താനം പറയുകയും ചിരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും ഉണരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകും. എവിടെ അവൾ? ശാലി ചോദിച്ചു. മാമച്ചനും ഗ്രേസാമ്മയും ആകാംക്ഷരഹിതയായി. അലീനയുടെ രേവതിക്കുട്ടിയുടെ നോട്ടം ഔദക്കുട്ടിച്ചായന്റെ മുഖത്തേക്ക് വന്നു. എനിക്കറിയത്തില്ല മോനെ, ഹൗസ് ഓഫ് അച്ഛനോട് ചോദിച്ചു നോക്ക്. ഔദക്കുട്ടിച്ചായൻ പറഞ്ഞു. എന്നിട്ട് മുറി വിട്ടിറങ്ങി. ഇടനായിലൂടെ നടന്നുപോയി അലീന ഷെറിന്റെ അരികിൽ ചെന്നു. ഷെറിൻ വിതുമ്പിക്കൊണ്ട് നിറമെഴികളോടെ അലീനെ നോക്കി. എന്റെ മോള്, സാരമില്ല, അവള് ജീവനോടെ ഉണ്ടല്ലോ. ആന്റി കരയാതിരിക്കി, അവളെ നമുക്ക് ഏത് മുഖേന തിരിച്ചു പിടിക്കാം. ആന്റി വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഷെറീനെ സമാധാനിപ്പിക്കുന്ന അലീനെ കാണിച്ചാണ് ഈ ഒരു അടിപൊളി എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും നമ്മുടെ അലീനെ തന്നെ മുൻകൈ എടുത്തോണ്ട് ഷെറിന്റെ കുഞ്ഞായ ചിന്നുമോളെ ഷെറിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്ന തകർപ്പൻ എപ്പിസോഡുകളാണ് നമ്മുടെ മഴത്തോരു മുംബൈയിൽ ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.